ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എക്കണോമിക് ബോട്ടണി കംപ്ലീറ്റ് ഒരു വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എക്കണോമിക് ബോട്ടണിയിൽ സിറിയൽസ്, പൾസസ്, ഷുഗർ, സ്പൈസസ്, ട്യൂബേഴ്സ്, ഫൈബർ, ലാറ്റക്സ്, ബിവറേജ്, മെഡിസിനൽ ഈ കാറ്റഗറിയിലെല്ലാം അവയ്ക്ക് പ്രധാനപ്പെട്ട കുറച്ച് എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റ്സിൻ്റെയും ബോട്ടാണിക്കൽ നെയിം, ഫാമിലി, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അപ്പോൾ നമുക്ക് എന്നാൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും വിട്ടുപോകാതെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു എക്കണോമിക് ബോട്ടണി കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സീറിയൽസ് ആണ്. അതിനകത്ത് വീറ്റ്, റാഗി ഈ രണ്ട് പ്ലാന്റ്സിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. സീറിയൽസ് എന്ന് പറഞ്ഞാൽ ധാന്യങ്ങളാണ്. അതിനകത്ത് റാഗി ചെറുധാന്യമാണ്, മില്ലറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്, ചെറുധാന്യം. വീറ്റ്, ഗോതമ്പ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം ട്രൈറ്റിക്കം ഈസ്റ്റവം. വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം ട്രൈറ്റിക്കം ഈസ്റ്റവം. ട്രൈറ്റിക്കം ഈസ്റ്റവം. ട്രൈറ്റിക്കം ഈസ്റ്റവം. ഫാമിലി പോയേസിയെ. ഫാമിലി പോയേസിയെ. ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. അതിന് മലയാളം ബീജാന്നം എന്നും പറയും. എന്താണ്? ബീജാന്നം. അപ്പോൾ വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ട്രൈറ്റിക്കം ഈസ്റ്റവം. ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. ഒന്നും കൂടെ, വീറ്റ്, ട്രൈറ്റിക്കം ഈസ്റ്റവം, ഫാമിലി പോയേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം, ബീജാന്നം. വീറ്റ് എന്ന് പറയുന്ന ഒരു ഫുഡ് പ്ലാന്റ് ആണ്. വളരെ ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ധാന്യമാണ് വീറ്റ്. വീട്ടിൽ മെയിനായിട്ടും സ്റ്റാർച്ചും ഗ്ലൂട്ടനുമാണ് കാണപ്പെടുന്നത്. സ്റ്റാർച്ച്, ഗ്ലൂട്ടൻ. സ്റ്റാർച്ച് ആൻഡ് ഗ്ലൂട്ടൻ. അപ്പോൾ ഇതിനകത്ത് സ്റ്റാർച്ചും ഗ്ലൂട്ടനും കൂടാതെ തന്നെ പ്രോട്ടീൻസ്, വാട്ടർ, ഫാറ്റ്, മിനറൽസ്, ക്രൂഡ് ഫൈബേഴ്സ്, തയമിൻ, റൈബോഫ്ലേവിൻ, നിയാസിൻ ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് വൈറ്റമിൻ എ ഇതെല്ലാം ഈ സീഡ് കോട്ടിലും എംബ്രിയോയിലും ഒക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റാഗിനെ കുറിച്ച് നോക്കാം. റാഗി എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ഞപ്പുല്ലാണ്. സയൻറ്റിഫിക് നെയിം എലൂസിൻ കൊറയ്ക്കാന. എന്താണ്? എലൂസിൻ കൊറയ്ക്കാന. ഫാമിലി പോയേസിയെ. ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. അപ്പോൾ പഞ്ഞപ്പുല്ല്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എലൂസിൻ കൊറയ്ക്കാന. എലൂസിൻ കൊറയ്ക്കാന. എലൂസിൻ കൊറയ്ക്കാന. ഫാമിലി പോയേസിയെ. ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. എൻഡോസ്പേമിൻ്റെ മലയാളത്തിലുള്ള പേര് ബീജാന്നം. ഒന്നുകൂടെ, റാഗിയുടെ സയൻറ്റിഫിക് നെയിം എലോസിൻ കൊറയ്ക്കാന. ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം, ബീജാന്നം. റാഗി വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മില്ലറ്റാണ്, അല്ലെങ്കിൽ ചെറുധാന്യമാണ്. റാഗിക്ക് ഈ റാഗി എന്ന പേര് കൂടാതെ ഫിംഗർ മില്ലറ്റ് എന്നും ബേർഡ്സ് ഫുഡ് മില്ലറ്റ് എന്നും കൊറയ്ക്കാന മില്ലറ്റ് എന്നും അതുപോലെ ആഫ്രിക്കൻ മില്ലറ്റ് എന്നും ഒക്കെ പേരുകളുണ്ട്. ഫൈബർ കണ്ടെയ്നിങ് ആണ്. ആൻറ്റി ഓക്സിഡൻറ്റ്, അയൺ, അതുപോലെ ട്രിപ്റ്റോഫാൻ, അങ്ങനെയുള്ള ഒരുപാട് കോമ്പൗണ്ട്സുകൾ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് പ്ലാന്റാണ് റാഗി എന്ന് പറയുന്നത്. ഈ ട്രിപ്റ്റോഫാൻ പോലെയുള്ള കോമ്പൗണ്ട്സൊക്കെ ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇൻസോംനിയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. വീറ്റും റാഗിയും. വീറ്റും റാഗിയും വരുന്നത് ഏത് കാറ്റഗറിയിലാണ്? സിറിയൽസിലാണ് വരുന്നത്.
സിറിയൽസിൽ വരുന്ന വീറ്റും റാഗിയും അതിൻ്റെ ഏതെല്ലാം ക്ലാസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഏതെല്ലാം ടാക്സയിലാണ് സെയിം ആയിട്ടിരിക്കുന്നത്? ഫാമിലി പോയേസിയാണ്, രണ്ടും ഫാമിലി പോയേസിയാണ്. അതുപോലെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് നോക്കിയാൽ എൻഡോസ്പേം ബീജാനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഏതാണ്? എൻഡോസ്പേം ആണ് അല്ലെങ്കിൽ ബീജാനമാണ്. രണ്ടിൻ്റെയും കേസിൽ വീറ്റിലായാലും റാഗിയിലായാലും. സയൻറ്റിഫിക് നെയിമിലാണ് നമുക്ക് വ്യത്യാസം പറയാനുള്ളത്. സയൻറ്റിഫിക് നെയിം ട്രൈറ്റിക്കം ഈസ്റ്റവം വീറ്റ്, റാഗി എല്ലൂസിൻ കൊറയ്ക്കാന. ഒന്നും കൂടെ, വീറ്റ് ട്രൈറ്റിക്കം ഈസ്റ്റവം, റാഗി എല്ലൂസിൻ കൊറയ്ക്കാന. വീറ്റ് ഫാമിലി പോയേസിയെ, റാഗി ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് വീറ്റ് എൻഡോസ്പേം ബീജാനം, റാഗി എൻഡോസ്പേം ബീജാനം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് പൾസസ്. എന്താണ് പൾസസ് എന്ന് പറഞ്ഞാൽ? പൾസസ് എന്ന് പറഞ്ഞാൽ പയർ വർഗ്ഗങ്ങളാണ്. പൾസസ് മീൻസ് പയർ വർഗ്ഗങ്ങൾ. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാമും ബംഗാൾ ഗ്രാമുമാണ്. ഏതൊക്കെയാണ്? ബ്ലാക്ക് ഗ്രാം, ബംഗാൾ ഗ്രാം. ബ്ലാക്ക് ഗ്രാം എന്ന് പറഞ്ഞാൽ ഉഴുന്നാണ്. ബ്ലാക്ക് ഗ്രാം ഏതാണ്? ഉഴുന്നാണ്. അതുപോലെ ബംഗാൾ ഗ്രാം എന്ന് പറഞ്ഞാൽ കടലയാണ്. ബംഗാൾ ഗ്രാം കടല. ബ്ലാക്ക് ഗ്രാം അതിൻ്റെ സയൻറ്റിഫിക് നെയിം വിഗ്ന മംഗോ. വിഗ്ന മംഗോ, വിഗ്ന മംഗോ, വിഗ്ന മംഗോ. ഈ വിഗ്ന മംഗോ എന്ന് പറയുന്ന പേര് വന്നത് ഫേസിയോളസ് മംഗോ എന്ന് പറയുന്ന ആ ഒരു സയൻറ്റിഫിക് നെയിമിനെ റീക്ലാസിഫൈ ചെയ്തിട്ടാണ്. ഇറ്റ് ഹാസ് ബീൻ റീക്ലാസിഫൈഡ് ഫ്രം ദ ഫാസിയോളസ് മംഗോ, ദ വിഗ്ന ജീനസ് ജനറേറ്റഡ്. അപ്പം ഫാസിയോളസ് മംഗോ എന്ന് പറയുന്ന ആ ഒരു സ്പീഷ്യസിനെ വീണ്ടും റീക്ലാസിഫൈ ചെയ്താണ് ജീനസ് വിഗ്ന മംഗോ വിഗ്ന എന്ന് പറയുന്ന ജീനസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം വിഗ്ന മംഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഴുന്നാണ്. ബ്ലാക്ക് ഗ്രാം ആണ്. ഫാമിലി ഏതാണ്? ഫേബിയേസിയാണ്. ഫാമിലി ഫാബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. ഒന്നുകൂടെ, സയൻറ്റിഫിക് നെയിം വിഗ്ന മംഗോ, ഫാമിലി ഫേബേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. സയൻറ്റിഫിക് നെയിം വിഗ്ന മംഗോ, ഫാമിലി ഫേബേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. വിഗ്ന മംഗോ, ഫേബേസിയെ, സീഡ്. അടുത്തത് ബംഗാൾ ഗ്രാം. ബംഗാൾ ഗ്രാം സിസർ എറൈറ്റിനം. സയൻറ്റിഫിക് നെയിം എന്താണ്? സിസർ എറൈറ്റിനമാണ്. ഫാമിലി ഫാബേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡാണ്. സീഡ് മലയാളത്തിൽ വിത്തുകൾ. സയൻറ്റിഫിക് നെയിം ഓഫ് ബംഗാൾ ഗ്രാം സിസർ എറൈറ്റിനം, സിസർ എറൈറ്റിനം, സിസർ എറൈറ്റിനം. ബംഗാൾ ഗ്രാം സയൻറ്റിഫിക് നെയിം സിസർ എറൈറ്റിനം. ഫാമിലി ഫാബിയേസിയെ, ഫാമിലി ഫാബിയേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. അപ്പം ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വിഗ്ന മംഗോയിലും ഫാമിലി ഫേബേസിയാണ്, ബംഗാൾ ഗ്രാമിലും ഫാമിലി ഫേബേസിയാണ്. സിസർ എറൈറ്റിനത്തിലെ ഫാമിലി എന്താണ്? ഫേബേസിയാണ്. ബംഗാൾ ഗ്രാം തന്നെയാണ് സിസർ എറൈറ്റിനം, അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് രണ്ടിനും സെയിം ആണ്, സീഡാണ്. ഫാമിലി രണ്ടിനും സെയിം ആണ്, ഫാബിയസിയാണ്. സയൻറ്റിഫിക് നെയിമിലാണ് വ്യത്യാസം. വിഗ്ന മംഗോ ബ്ലാക്ക് ഗ്രാമും സിസർ എറൈറ്റിനും ബംഗാൾ ഗ്രാമുമാണ്. ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹൈലി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ് പ്ലാന്റ് ആണ് ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നത്. ഇവിടെയും പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ അടങ്ങിയിരിക്കുന്ന വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്ലാന്റ് ആണ് ബ്ലാക്ക് ഗ്രാം എന്ന് പറയുന്നത്. എന്നാൽ ബംഗാൾ ഗ്രാമും അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൾസ് ക്രോപ്സ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ്. സോ എല്ലാ തരത്തിലുള്ള ന്യൂട്രിറ്റീവ് കണ്ടൻസും പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ഒക്കെ അടങ്ങിയിരിക്കുന്ന വളരെ ന്യൂട്രിറ്റീവ് റിച്ച് ആയിട്ടുള്ള രണ്ട് ഫുഡ് പ്ലാന്റ്സ് ആണ് ബ്ലാക്ക് ഗ്രാമും ബംഗാൾ ഗ്രാമും. ഒന്നും കൂടെ, ബ്ലാക്ക് ഗ്രാമിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? വിഗ്ന മംഗോ, ഫാമിലി ഫാബേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. ബംഗാൾ ഗ്രാമിൻ്റെ സയൻറ്റിഫിക് നെയിം സിസർ എറൈറ്റിനം, ഫാമിലി ഫേബേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. അടുത്തത് ഷുഗർ. ഷുഗറിനകത്ത് ഷുഗർ ഈൽഡിങ് പ്ലാന്റ് ആയിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഷുഗർ കെയിൻ ആണ്.
ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഷുഗർ കെയിൻ്റെ സയൻറ്റിഫിക് നെയിം നമ്മൾ ഇതിനു മുമ്പ് പല തവണയും നമ്മൾ പ്ലസ് ടുവിനൊക്കെ ആണെങ്കിലും കേട്ട് പരിചയമുള്ളതാണ്. സെക്കാരം ഒഫീഷ്യനാരം. ഷുഗർ കെയിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? സെക്കാരം ഒഫീഷ്യനാരം. ഫാമിലി പോയേസിയാണ്. ഫാമിലി പോയേസിയ. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ പോയേസിയ ഫാമിലിയിലെ 2 പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചിരുന്നത് ഏതാണ്? ട്രൈറ്റിക്കം ഈസ്റ്റവും ഇലൂസിൻ കൊറയ്ക്കാന. ഏതാണ്? വീറ്റിൻ്റെയും റാഗിയുടെയും. ട്രൈറ്റിക്കം ഈസ്റ്റവും പോയേസിയാണ്. റാഗി എലൂസിൻ കൊറയ്ക്കാന പോയേസിയാണ്. അപ്പോൾ വീറ്റും റാഗിയും പോയേസിയ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ഷുഗർ കെയിനും ഫാമിലി ഏതാണ്? പോയേസിയാണ്. ഷുഗർ കെയിൻ്റെ ഫാമിലി ഏതാണ്? പോയേസിയാണ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്റ്റെം, കാണ്ഡം. സ്റ്റെം, കാണ്ഡം. ഷുഗർ കെയിൻ ഒന്നും കൂടെ. സെക്കാരം ഒഫീഷ്യനാരം. സയൻറ്റിഫിക് നെയിം. സയൻറ്റിഫിക് നെയിം സെക്കാരം ഒഫീഷ്യനാരം. ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സ്റ്റെം. സെക്കാരം ഒഫീഷ്യനാരം. ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സ്റ്റെം, കാണ്ഡം. ഷുഗറിൻ്റെ സ്റ്റെമ്മിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. വാക്സി കോട്ടിങ്ങോട് കൂടിയതാണ്. അതുപോലെ തന്നെ സാധാരണ പോയേസിയ ഫാമിലിയിലുള്ള ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മിൻ്റെ ആ ഒരു ഡയമീറ്റർ ഒന്നുമല്ല, അതിലും കൂടുതൽ 1 to 2 ഇഞ്ചസ് വരെ ഡയമീറ്ററോട് കൂടിയ സ്റ്റെമ്മാണ്. അതുപോലെ തന്നെ ബാംബു ലൈക്ക് സ്റ്റെമ്മാണ്. പിന്നെ ന്യൂമറസ് ജ്യൂസി ഫൈബേഴ്സ് അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നു. അങ്ങനെ കൂടാതെ തന്നെ ഇതിന് പല വെറൈറ്റീസ് ഉണ്ട്. ഗ്രീൻ, റെഡ് ആൻഡ് ഡാർക്ക് ബ്രൗൺ കളറിലൊക്കെയുള്ള സ്റ്റെംസോട് കൂടിയ ഷുഗർ കെയിൻ പ്ലാന്റ്സും ഉണ്ട്. അപ്പം ഈ ഇപ്പം ഞാനിത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മോർഫോളജി യൂസ്ഫുൾ പാർട്സിനെ കുറിച്ച് മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. അപ്പം ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? സെക്കാരം ഒഫീഷ്യനാരം. ഫാമിലി പോയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഏതാണ്? സ്റ്റെം, കാണ്ഡം. ഇതിനു മുൻപ് നമ്മൾ പോയേസിയ ഫാമിലിയിൽ പഠിച്ച മറ്റ് 2 ഫുഡ് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? വീറ്റ്, ട്രൈറ്റിക്കം ഈസ്റ്റവം. അതുപോലെ റാഗി എലൂസിൻ കൊറയ്ക്കാന. ട്രൈറ്റിക്കം ഈസ്റ്റവത്തിൻ്റെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എൻഡോസ്പേം. എലൂസിൻ കൊറയ്ക്കാനയുടെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നതാണ് എൻഡോസ്പേം തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സ്പൈസസിനെ കുറിച്ചാണ്. എന്താണ്? സ്പൈസസ്. സ്പൈസസിൽ കാർഡമം, ബ്ലാക്ക് പെപ്പർ, നട്ട്മെഗ്. കാർഡമം, ബ്ലാക്ക് പെപ്പർ, നട്ട്മെഗ്. കാർഡമം, ബ്ലാക്ക് പെപ്പർ, നട്ട്മെഗ്. നമുക്ക് വിശദമായിട്ട് നോക്കാം. സ്പൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധദ്രവ്യങ്ങൾ ആണ് സ്പൈസസ്. സുഗന്ധദ്രവ്യങ്ങളാണ് സ്പൈസസ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കാർഡമമാണ്. കാർഡമം എന്ന് പറഞ്ഞാൽ ഏലം. കാർഡമം ഏലമാണ്. ക്യൂൻ ഓഫ് സ്പൈസസ് എന്നാണ് കാർഡമം അറിയപ്പെടുന്നത്. ക്യൂൻ ഓഫ് സ്പൈസസ്. സയൻറ്റിഫിക് നെയിം എലക്ടേറിയ കാർഡമോമം. ഫാമിലി സിഞ്ചിബെറേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഫ്രൂട്ട്സ്. കാർഡമം എലക്ടേറിയ കാർഡമോമം. സയൻറ്റിഫിക് നെയിം എലക്ടേറിയ കാർഡമോമം. സയൻറ്റിഫിക് നെയിം എലക്ടേറിയ കാർഡമോമം. എലക്ടേറിയ ഏലം എന്ന് പറഞ്ഞൊന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ, എലക്ടേറിയയും ഏലവും. സിഞ്ചിബെറേസിയെ ഫാമിലിയിലാണ് വരുന്നത്. ഇതിൻ്റെ ഈ പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സിഞ്ചിയും ഇഞ്ചിയുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്താൽ ഫാമിലി നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സിഞ്ചിബെറേസിയെ അല്ലേ. ആ ഏലത്തിൻ്റെ തടയിൽ നിന്നുമാണ് ഏലക്കായ ഉണ്ടാകുന്നത്. തടയിലെ ചെറിയ ചരങ്ങളിൽ നിന്നുമാണ് ഏലക്കായ ഉണ്ടാകുന്നത്. അപ്പം സിഞ്ചിബെറേസിയ ഫാമിലി അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് വെച്ചാൽ ഓർത്തിരിക്കാം. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് കണ്ണടച്ച് നമുക്ക് പറയാൻ സാധിക്കും. എന്താണ്? ഫ്രൂട്ട്സ് ആണ്. നമുക്ക് ഈ പിക്ചറിൽ നിന്ന് തന്നെ അതിൻ്റെ ഫ്രൂട്ട്സ് കാണാൻ സാധിക്കും. ഓർത്തിരിക്കുക, ഫ്രൂട്ട്സ് ആണ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് കാർഡമത്തിൻ്റെ സയൻറ്റിഫിക് നെയിം എലക്ടേറിയ കാർഡമോമം. സയൻറ്റിഫിക് നെയിം എലക്ടേറിയ കാർഡമോമം. സയൻറ്റിഫിക് നെയിം എലക്ടേറിയ കാർഡമോമം. ഫാമിലി സിഞ്ചിബെറേസിയെ. ഫാമിലി സിഞ്ചിബെറേസിയെ. ഫാമിലി സിഞ്ചിബെറേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഫ്രൂട്ട്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഫ്രൂട്ട്. കാർഡമം പ്രധാനമായും അറിയപ്പെടുന്നത് ക്യൂൻ ഓഫ് സ്പൈസസ് എന്നാണ്. കാർഡമം ഡൈജഷനും അതുപോലെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസിയ, വൊമിറ്റിംഗ് പോലെയുള്ള പ്രോബ്ലംസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്.
എസെൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഓയിൽസ്, ടെർപ്പനോള്, മൈറിസിൻ, ലിമോണിൻ, അതുപോലെ തന്നെ മെന്തോസ്, സാബിനിൻ പോലെയുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ അടങ്ങിയ എസെൻഷ്യൽ ഓയിൽ ഇതിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഇനി BP ലോവർ ചെയ്യുകയും അതുപോലെ ഡൈജഷനെയും ഹെൽപ്പ് ചെയ്യുന്നു, ബ്രീത്തിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സ്പൈസസ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ കാർഡമം എന്ന് പറയുന്നത്. ഈ ഫുഡ് നമ്മൾ സാധാരണ ഭക്ഷണത്തിനകത്ത് യൂസ് ചെയ്യുന്നത് കൂടാതെ ബിവറേജിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ആസ് ഫ്ലേവറിംഗ് ആൻഡ് കുക്കിംഗ് സ്പൈസ് ഇൻ ഫുഡ് ആൻഡ് ബിവറേജ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഒന്നും കൂടെ, കാർഡമം എന്ന് പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക് നെയിം എലക്ടേറിയ കാർഡമോമം, ഫാമിലി സിഞ്ചിബറേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഫ്രൂട്ട്. നന്നായിട്ട് പഠിച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ബ്ലാക്ക് പെപ്പർ. ബ്ലാക്ക് പെപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുരുമുളകാണ് ബ്ലാക്ക് പെപ്പർ. സയൻറ്റിഫിക് നെയിം പെപ്പർ നൈഗ്രം, ഫാമിലി പെപ്പറേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഫ്രൂട്ട്. പിക്ചറിൽ കണ്ടിട്ടുണ്ടല്ലോ, ഫ്രൂട്ടാണ് മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്. ഇത് സയൻറ്റിഫിക് നെയിമും അതുപോലെ ഫാമിലിയും ഇതിൻ്റെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരുമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്ന ആ പെപ്പർ എന്ന് പറഞ്ഞ പേരുമായിട്ട് റിലേറ്റ് ചെയ്താണ് സയൻറ്റിഫിക് നെയിമും ഫാമിലിയും വരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഓർത്തിരിക്കാനും പറ്റും. ബ്ലാക്ക് പെപ്പർ, സയൻറ്റിഫിക് നെയിം പെപ്പർ നൈഗ്രം, ഫാമിലി പെപ്പറേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഫ്രൂട്ട്. സയൻറ്റിഫിക് നെയിം പെപ്പർ നൈഗ്രം, ഫാമിലി പെപ്പറേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഫ്രൂട്ട്. ബ്ലാക്ക് പെപ്പർ കുരുമുളകാണ്. സയൻറ്റിഫിക് നെയിം പെപ്പർ നൈഗ്രം, ഫാമിലി പെപ്പറേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഫ്രൂട്ട്. പെപ്പർ നൈഗ്രം, പെപ്പറേസിയെ, ഫ്രൂട്ട്. ഇതൊരു ഫ്ലേവർ എൻഹാൻസിങ് ഏജൻ്റ് ആണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡൈജഷൻ ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അതുപോലെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നു, അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇമ്മ്യൂൺ സപ്പോർട്ട് നൽകുന്നു. പിന്നെ ട്രഡീഷണലായിട്ട് ഇതൊരു മെഡിസിൻ കൂടിയാണ്. ട്രഡീഷണൽ മെഡിസിനാണ് ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്നത്. നമുക്ക് പനിയും ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ, ജലദോഷം വരുമ്പോൾ നമ്മൾ വെള്ളത്തിനകത്ത് ഇച്ചിരി കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് തുളസി ഇലയൊക്കെ ഇട്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ആവി പിടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് ട്രഡീഷണൽ. ഇതുകൂടാതെ തന്നെ ഒരുപാട് ഉപയോഗമുണ്ട്. ട്രഡീഷണൽ മെഡിസിനിൽ ഈ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്യുന്ന പല രീതിയിലുണ്ട്. ജസ്റ്റ് ചെറിയ എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടും ഈ പിന്നെ സിലബസ് വൈസ് പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ: സയൻറ്റിഫിക് നെയിം പെപ്പർ നൈഗ്രം, ഫാമിലി പെപ്പറേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഏതാണ്? കണ്ണടച്ച് പറയാൻ സാധിക്കുന്നതാണ് ഫ്രൂട്ട്. അടുത്തത് നട്ട്മെഗ്. നട്ട്മെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജാതിക്കയാണ് നട്ട്മെഗ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് നെയിം മെരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, മെരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, മെരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, ഫാമിലി മെരിസ്റ്റേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഫ്ലഷി ഏറിൽ, ഫ്ലഷി ഏറിൽ. പിക്ചറിൽ കാണുന്നത് നോക്കുക. ഇതിനകത്തൊരു സീഡുണ്ട്. ആ സീഡിൻ്റെ ചുറ്റിനും റെഡ് കളേർഡായിട്ടുള്ള ചെറിയ ചെറിയ നാര് പോലെയുള്ള ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ അതിന് പറയുന്ന ആ കവറിങ്ങിന് പറയുന്ന പേരാണ് ഫ്ലഷി ഏറിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത്. ഫാമിലി മെരിസ്റ്റേസിയെ, സയൻറ്റിഫിക് നെയിം മെരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്. ഈ ഫാമിലിയുടെ പേരും സയൻറ്റിഫിക് നെയിമുമായിട്ട്, ജീനസ് നെയിമുമായിട്ട് ഒക്കെ റിലേറ്റ് ചെയ്ത് പഠിക്കാനും പറ്റും. അപ്പം നട്ട്മെഗ് ജാതിക്ക എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് നെയിം മെരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, ഫാമിലി മെരിസ്റ്റേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഫ്ലഷി ഏറിൽ. വൺസ് അഗെയിൻ, നട്ട്മെഗ് സയൻറ്റിഫിക് നെയിം മെരിസ്റ്റിക്ക ഫ്രാഗ്രൻസ്, ഫാമിലി മെരിസ്റ്റേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട്, ഫ്ലഷി ഏറിൽ. നട്ട്മെഗിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുപോലെ തന്നെ സ്ലീപ്പ് എയ്ഡ് ആണ്, ആൻറ്റി മൈക്രോബിയൽ ആണ്, അതുപോലെ സ്കിൻ കെയറിനൊക്കെ യൂസ് ചെയ്യാം. ഒരുപാട് ഉപയോഗങ്ങൾ വരുന്നതാണ്
കൂടുതലൊന്നും പറയുന്നില്ല. സയൻറ്റിഫിക് നെയിം ഓർത്തിരിക്കുക: മെരിസ്റ്റിക്ക, ഫ്രഗ്രൻസ്, ഫാമിലി മെരിസ്റ്റേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഫ്ലഷി ഓറിൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കുവാനുള്ളത് ട്യൂബേഴ്സ് ആണ്. ട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ കിഴങ്ങുകൾ. ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങളെയാണ് ട്യൂബേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ടപ്പിയോക്ക, മരച്ചീനി. ടപ്പിയോക്ക, മരച്ചീനി. ടപ്പിയോക്ക, മരച്ചീനി. സയൻറ്റിഫിക് നെയിം മാനിഹോട്ട് എസ്ക്യുലൻറ്റ. ടപ്പിയോക്കയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? മാനിഹോട്ട് എസ്ക്യുലൻറ്റ. ടപ്പിയോക്കയുടെ സയൻറ്റിഫിക് നെയിം മാനിഹോട്ട് എസ്ക്യുലൻറ്റ. സയൻറ്റിഫിക് നെയിം മാനിഹോട്ട് എക്സ്ക്യുലൻറ്റ. ടപ്പിയോക്കയുടെ സയൻറ്റിഫിക് നെയിം മാനിഹോട്ട് എസ്ക്യുലൻറ്റ. ഫാമിലി യൂഫോർബിയേസിയെ. ഫാമിലി യൂഫോർബിയേസിയെ. ഫാമിലി യൂഫോർബിയേസിയെ. ഈ യൂഫോർബിയേസിയ എന്ന് പറയുന്ന പേര് ഇനി വരുന്ന വേറൊരു പ്ലാന്റിൻ്റെ ഫാമിലി കൂടെ യൂഫോർബിയേസിയയിൽ വരുന്നുണ്ട്. അതിപ്പോൾ തന്നെ പറഞ്ഞേക്കാം: റബ്ബർ. യൂഫോർബിയേസിയ ഫാമിലിയിൽ വരുന്നതാണ് റബ്ബർ. ഹെവിയ ബ്രസീലിയൻസിസ്. ഓക്കെ. ടപ്പിയോക്കയുടെ സയൻറ്റിഫിക് നെയിം ഏതാണ്? മാനിഹോട്ട് എസ്ക്യുലൻറ്റ. ഫാമിലി യൂഫോർബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഏതാണ്? റൂട്ട് ആണ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട് ആണ്. ടപ്പിയോക്ക മരച്ചീനി ട്യൂബേഴ്സ് കാറ്റഗറിയിൽ വരുന്നതാണ്. സയൻറ്റിഫിക് നെയിം മാനിഹോട്ട് എസ്ക്യുലൻറ്റ. ഫാമിലി യൂഫോർബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട്. ട്യൂബേഴ്സ് കിഴങ്ങ് വർഗ്ഗങ്ങളിൽ വരുന്ന ടപ്പിയോക്ക. അതിൻ്റെ സയൻറ്റിഫിക് നെയിം മാനിഹോട്ട് എസ്ക്യുലൻറ്റ. ഫാമിലി യൂഫോർബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട്. സയൻറ്റിഫിക് നെയിം മാനിഹോട്ട് എസ്ക്യുലൻറ്റ. ഫാമിലി യൂഫോർബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട്. ട്യൂബേഴ്സ് വിഭാഗത്തിൽ പെടുന്ന ടപ്പിയോക്കയുടെ യൂസസ് എന്തൊക്കെയാണ്? ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഫുഡ് ആണ് ഈ ടപ്പിയോക്ക എന്ന് പറയുന്നത്. ഗ്ലൂട്ടൻ അലർജിയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ്. ഒരു ബൈൻഡിങ് അതായത് നമുക്ക് ഫുഡ് പ്രിപ്പറേഷനിൽ ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒട്ടിയിരിക്കുന്നതിന് വേണ്ടി ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ടും ടപ്പിയോക്ക യൂസ് ചെയ്യാറുണ്ട്. പിന്നെ തിക്കനിങ് ഏജൻ്റായിട്ട്. അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിനിങ്ങിന് കാരണമാവുന്ന ഒന്നാണ്. അതുപോലെ പുഡിങ്ങിലും ഡിസേർട്ടിലൊക്കെ ടപ്പിയോക്ക യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, വൺസ് അഗെയിൻ ടപ്പിയോക്ക. ടപ്പിയോക്ക എന്ന് പറയുന്നത് മരച്ചീനി. സയൻറ്റിഫിക് നെയിം മാനിഹോട്ട് എസ്ക്യുലൻറ്റ. ഫാമിലി യൂഫോർബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട്. അടുത്തത് നമുക്ക് ലാറ്റക്സ് ഈൽഡിങ് ആയിട്ടുള്ള അതായത് കറ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിനെ കുറിച്ച് തന്നെ പഠിക്കാം. കാരണം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ യൂഫോർബിയേസി ഫാമിലി ആയതുകൊണ്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ലാറ്റക്സ് ഈൽഡിങ് ആയിട്ടുള്ള പ്ലാന്റിനെ കുറിച്ച് പഠിക്കാം. കണ്ടച്ച് പറയാൻ സാധിക്കും. ഏതാണ് എക്സാമ്പിൾ? റബ്ബറാണ് അല്ലേ? റബ്ബറിൻ്റെ സയൻറ്റിഫിക് നെയിം എല്ലാവരും കേട്ട് പരിചയമുള്ളതായിരിക്കും: ഹെവിയ ബ്രസീലിയൻസിസ്. റബ്ബറിൻ്റെ സയൻറ്റിഫിക് നെയിം ഹെവിയ ബ്രസീലിയൻസിസ്. റബ്ബറിൻ്റെ സയൻറ്റിഫിക് നെയിം ഹെവിയ ബ്രസീലിയൻസിസ്. ഹെവിയ ബ്രസീലിയൻസിസ്. ഹെവിയ ബ്രസീലിയൻസിസ്. ഫാമിലി യൂഫോർബിയേസിയെ. ഫാമിലി യൂഫോർബിയേസിയെ. ടപ്പിയോക്കയുടെ ഫാമിലി ഏതാണ്? യൂഫോർബിയേസിയെ. റബ്ബറിൻ്റെ ഫാമിലിയും യൂഫോർബിയേസിയെ. ടപ്പിയോക്കയുടെ ഫാമിലി യൂഫോർബിയേസിയെ. റബ്ബറിൻ്റെ ഫാമിലിയും യൂഫോർബിയേസിയെ. അതുപോലെ തന്നെ ഇതിൻ്റെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് മിൽക്കി ഫ്ലൂയിഡ് ഫ്രം ബാർക്ക്. ബാർക്കിൽ നിന്നും ഒഴുകി വരുന്ന മിൽക്കി ഫ്ലൂയിഡാണ് ഇതിൻ്റെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത്. അതായത് വൽക്കത്തിലെ കറ എന്ന് മലയാളത്തിൽ പറയും. വൽക്കത്തിലെ കറ. മിൽക്കി ഫ്ലൂയിഡ് ഫ്രം ബാർക്ക്. മിൽക്കി ഫ്ലൂയിഡ് ഫ്രം ബാർക്ക്. മിൽക്കി ഫ്ലൂയിഡ് ഫ്രം ബാർക്ക്. ഇനി ലാറ്റക്സ് ഫ്രം സ്റ്റെം എന്നാണ് ആൻസർ തന്നിരിക്കുന്നതെങ്കിലും അതും ഉത്തരമാണ്. ലാറ്റക്സ് ഫ്രം സ്റ്റെം എന്നാണെങ്കിലും നമുക്ക് ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാം. സ്റ്റെമ്മിൽ നിന്നും വരുന്ന ലാറ്റക്സ് ആണ് ഇതിൻ്റെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിൽക്കി ഫ്ലൂയിഡ് ഫ്രം ബാർക്ക് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്.
അപ്പം ലാക്ടസ് ഈൽഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഏതാണ്? റബ്ബറാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം ഹെവിയ ബ്രസീലിയൻസിസ്. ഫാമിലി യൂഫോർബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ലാറ്റക്സ് ഫ്രം സ്റ്റെം. ഹെവിയ ബ്രസീലിയൻസിസ്, ഫാമിലി യൂഫോർബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് മിൽക്കി ഫ്ലൂയിഡ് ഫ്രം ബാർക്ക് ഓർ ലാക്ടസ് ഫ്രം സ്റ്റെം. അടുത്തത് ഫൈബർ ഈൽഡിംഗ് പ്ലാന്റ്സ്. ഫൈബർ ഈൽഡിംഗ് പ്ലാന്റ്സ്. ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ഫൈബേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ് ആണ് പ്ലാന്റ് ഫൈബേഴ്സ്. ലോങ് സ്ക്ലീറൻകൈമാറ്റസ് സെൽസ് ആണ് പ്ലാന്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇവയ്ക്ക് നാരോ ലൂമൻ വിത്ത് പോയിൻറ്റഡ് എൻഡ്സ്. നാരോ ലൂമൻ വിത്ത് പോയിൻറ്റഡ് എൻഡ്സ്. ഇവയുടെ ഈ സെല്ലുകളുടെയൊക്കെ വോൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഫൈബർ സെൽസ് കൺസിസ്റ്റ് ഓഫ് ലിഗ്നിൻ ആസ് വെൽ ആസ് സെല്ലുലോസ്. ലിഗ്നിൻ ആസ് വെൽ ആസ് സെല്ലുലോസ്. പലതരത്തിലുള്ള ഫൈബേഴ്സ് ഉണ്ട്. സ്റ്റെം ഫൈബേഴ്സ് ഉണ്ട്, ലീഫ് ഫൈബേഴ്സ് ഉണ്ട്, ഫ്രൂട്ട് ആൻഡ് സീഡ് ഫൈബേഴ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ 3 പ്രോഡക്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? കൊയർ, കോട്ടൺ, ജൂട്ട്. സിലബസിൽ തന്നിരിക്കുന്നത് കൊയർ, കോട്ടൺ, ജൂട്ട്. അപ്പോൾ അത് ഓരോന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെല്ലാം പ്ലാന്റ്സിൽ നിന്നാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, കൊയർ. കൊയർ, സയൻറ്റിഫിക് നെയിം കോക്കോസ് ന്യൂസിഫറ. സയൻറ്റിഫിക് നെയിം കോക്കോസ് ന്യൂസിഫറ. കോക്കോസ് ന്യൂസിഫറ. ഫാമിലി പാം ഫാമിലി ഉൾപ്പെടുന്നതാണ്. സ്പെസിഫിക് ആയിട്ട് പറയുവാണെങ്കിൽ അരക്കേസിയെ. 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 മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സർഫസ് ഫൈബേഴ്സ്. സർഫസ് ഫൈബേഴ്സ്. എൻഡോസ്പേം മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. എൻഡോസ്പേം മറ്റ് ഫുഡ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി എൻഡോസ്പേം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കൊയറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി സർഫസ് ഫൈബറാണ് യൂസ് ചെയ്യുന്നത്. കൊയർ എന്ന് പറയുന്നത് ഷോർട്ട് കോഴ്സ് റഫ് ഫൈബറാണ്. അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രൂട്ടിൻ്റെ ഹസ്ക് റീജിയനിലാണ്. ഫ്രൂട്ടിൻ്റെ ഹസ്ക് റീജിയനിലാണ്. വളരെ റഫായിട്ടുള്ള കോഴ്സ് ഷോർട്ട് ഫൈബേഴ്സാണ് കൊയറിൻ്റെ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നത്. ഒന്നും കൂടെ, സയൻറ്റിഫിക് നെയിം കോക്കോസ് ന്യൂസിഫറ. ഫാമിലി അരക്കേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സർഫസ് ഫൈബേഴ്സ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സർഫസ് ഫൈബേഴ്സ്. സയൻറ്റിഫിക് നെയിം കോക്കോസ് ന്യൂസിഫറ. കോക്കനട്ട് ട്രീ ആണ്. ഫാമിലി അരക്കേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സർഫസ് ഫൈബേഴ്സ്. സയൻറ്റിഫിക് നെയിം കോക്കോസ് ന്യൂസിഫറ. ഫാമിലി അരക്കേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സർഫസ് ഫൈബേഴ്സ്. കോമൺ ആയിട്ട് നമ്മൾ കോക്കനട്ട് ട്രീ എന്ന് വിളിക്കും. കോക്കനട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കോക്കനട്ട് ഫ്രൂട്ടിൻ്റെ വോളിൽ 3 ലെയേഴ്സ് കാണപ്പെടുന്നുണ്ട്. 3 layers found in the wall of coconut fruit. First one exocarp, second one mesocarp, third one endocarp. അപ്പോൾ ഏറ്റവും ഔട്ടറായിട്ട് കാണുന്നതാണ് എക്സോകാർപ്പ്. അത് വളരെ സ്മൂത്ത് ആയിരിക്കും. മിഡിൽ കാണുന്നതാണ് മീസോകാർപ്പ്. അതാണ് ഫൈബറസ് ആയിട്ടുള്ളത്. മിഡിലിൽ കാണപ്പെടുന്ന മീസോകാർപ്പാണ് ഫൈബറസ് ആയിട്ടുള്ളത്. ഇന്നറിൽ കാണപ്പെടുന്ന എന്താണ്? എൻഡോകാർപ്പാണ്. ഹാർഡായിട്ട് കാണുന്ന പോർഷനാണ് എൻഡോകാർപ്പ്. അപ്പോൾ ഫൈബ്രസ് ആയിട്ടുള്ള പോർഷൻ ഏതാണ്? മീസോകാർപ്പാണ്. അവിടെയാണ് ഫൈബേഴ്സ് കാണപ്പെടുന്നത്. ആ സർഫസ് ഫൈബേഴ്സിനെയാണ് കൊയറിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്തത് കോട്ടൺ. യെസ്, എന്താണ് കോട്ടൺ? പരുത്തിയാണ് അല്ലേ? എല്ലാവർക്കും പരിചിതമാണ്, കേട്ടിട്ടുണ്ട്. പരുത്തിയാണ് കോട്ടൺ. നമ്മുടെ ഇന്ത്യയിലൊക്കെ പ്രശസ്തമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈബറാണ് കോട്ടൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകമെമ്പാടും വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈബർ കൂടിയാണ് കോട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോട്ടൻ്റെ പ്രൊഡക്ഷൻ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? ഗോസിപ്പിയം ഹെർബേസിയം. ഗോസിപ്പിയം ഹെർബേസിയം. കോട്ടൻ്റെ പ്രൊഡക്ഷന് കാരണമാകുന്ന പ്ലാന്റിൻ്റെ പേരെന്താണ്? ഗോസിപ്പിയം ഹെർബേസിയം. ഫാമിലി ഏതാണ്? മാൽവേസിയെ. ഫാമിലി മാൽവേസിയെ. സയൻറ്റിഫിക് നെയിം ഗോസിപ്പിയം ഹെർബേസിയം. ഫാമിലി മാൽവേസിയെ. സയൻറ്റിഫിക് നെയിം ഗോസിപ്പിയം ഹെർബേസിയം. ഫാമിലി മാൽവേസിയെ. കോട്ടൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന
പ്ലാന്റിൻ്റെ പേരാണ് ഗോസിപ്പിയം ഹെർബേസിയം, ഫാമിലി മാൽവേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് സീഡ് കോഡ് ഫൈബേഴ്സ് ആണ്. സീഡ് കോഡ് ഫൈബേഴ്സ് എന്താണ്? സീഡ് കോഡ് ഫൈബേഴ്സ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ് കോഡ് ഫൈബേഴ്സ്. ഒന്നും കൂടെ, കോട്ടൺ അല്ലെങ്കിൽ പരുത്തിയുടെ പ്രൊഡക്ഷന് കാരണമാകുന്ന പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഗോസിപ്പിയം ഹെർബേസിയം, ഫാമിലി മാൽവേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ് കോഡ് ഫൈബേഴ്സ്. Scientific name Gossypium herbaceum, family Malvaceae. Morphology of useful part seed coat fibers. Gossypium herbaceum, Malvaceae family. Morphology of useful part seed coat fibers. It is the most important fiber in the bird. കോട്ടൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ ഒവോയിഡ് ലെതറി ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ് കോട്ടൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാപ്സ്യൂള് സ്പ്ലിറ്റപ്പ് ചെയ്തിട്ട് അത് 3-4 ലോക്യൂളായിട്ട് മാറും. ഈ ഓരോ ലോക്യൂളിലും എന്ത് കാണും? ഒരുപാട് സീഡ്സ് കാണും. അപ്പോൾ ഈ സീഡ്സിൻ്റെ സർഫസിൽ, ഓരോ സീഡിൻ്റെയും സർഫസിലായിട്ട് വളരെ ലോങ് ആയിട്ടും ഷോർട്ട് ആയിട്ടുള്ള ഹെയർസ് കാണും. അപ്പം ലോങ് ആയിട്ടുള്ള ഹെയർസ് ആണ് അതിനെ ലിൻറ്റ് എന്ന് പറയും, ഷോർട്ട് ആയിട്ടുള്ളതിനെയാണെങ്കിൽ ഫസ് എന്നും പറയും. അങ്ങനെ സീഡിൻ്റെ കോട്ടിൽ കാണുന്ന ഫൈബേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് കോട്ടൺ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഉണ്ടാക്കുന്നത്. അടുത്തത് ജൂട്ട്. എന്താണ് ജൂട്ട്? ചണം എന്നാണ് പറയുന്നത്. ചണം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം കോർക്കോറസ് ക്യാപ്സുലാരിസ്. കോർക്കോറസ് ക്യാപ്സുലാരിസ്. സയൻറ്റിഫിക് നെയിം കോർക്കോറസ് ക്യാപ്സുലാരിസ്. കോർക്കോറസ് ക്യാപ്സുലാരിസ് ജൂട്ട്. കോർക്കോറസ് ക്യാപ്സുലാരിസ് ജൂട്ട്. അപ്പോൾ കോർക്കോറസ് ക്യാപ്സുലാരിസ് കൂടാതെ മറ്റൊരു സയൻറ്റിഫിക് നെയിം കൂടെ അറിയപ്പെടുന്നുണ്ട്, കോർക്കോറസ് ഒളിറ്റോറിയസ്. കോർക്കോറസ് ഒളിറ്റോറിയസ്. കോർക്കോറസ് ഒളിറ്റോറിയസ്. കോർക്കോറസ് ഒളിറ്റോറിയസ്. കോർക്കോറസ് ക്യാപ്സുലാരിസും ഉണ്ട്, കോർക്കോറസ് ഒളിറ്റോറിയസും ഉണ്ട്. അപ്പോൾ ഈ ജൂട്ടിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ വളരെ ടാളായിട്ട്, വണ്ണം കുറഞ്ഞിട്ട് ടാളായിട്ട് പോവാണല്ലേ ആ ഒരു പ്ലാന്റ്. അപ്പം ഒരുപാട് പൊക്കമൊന്നുമില്ല, എന്നാലും പൊക്കമുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫാമിലി ഏതാണ്? ടിലിയേസിയെ. പേരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അതിൻ്റെ പ്ലാന്റിൻ്റെ സ്പെഷ്യാലിറ്റി, അതിൻ്റെ ആ ഒരു പൊക്കം, ആ ഒരു സ്റ്റെമ്മിൻ്റെ വണ്ണമില്ലായ്മയും പൊക്കവും ഒക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട്, ടോളാണെന്നൊക്കെ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയിട്ട് ഫാമിലിയായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഫാമിലി ഏതാണ്? ടിലിയേസിയെ. ഫാമിലി ഏതാണ്? ടിലിയസ്. ടാള്, ടിലി, അങ്ങനെയൊക്കെ വെച്ചൊന്ന് മാച്ച് ചെയ്തൊന്ന് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓർത്തിരിക്കും. ജൂട്ട്, ഈ പ്ലാന്റിൻ്റെ പിക്ചർ മനസ്സിൽ പതിപ്പിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫാമിലി ഏതാണെന്ന് ഒന്ന് ഓർത്ത് നോക്കുക. ടിലിയേസിയെ. ടിലിയേസിയെ. ഫാമിലി ടിലിയേസിയെ. ജൂട്ട്, കോർക്കോറസ് ക്യാപ്സുലാരിസ് സയൻറ്റിഫിക് നെയിമാണ്. ഫാമിലി ടിലിയേസിയെ. ജൂട്ടിൻ്റെ സയൻറ്റിഫിക് നെയിം കോർക്കോറസ് ക്യാപ്സുലാരിസ്. മറ്റൊരു സ്പീഷീസ് ആണ് കോർക്കോറസ് ഒളിറ്റോറിയസ്. കോർക്കോറസ് ഒളിറ്റോറിയസ്. കോർക്കസ് ക്യാപ്സുലാരിസ് ഒരു സ്പീഷീസ് ആണ്, മറ്റൊരു സ്പീഷീസ് കോർക്കോറസ് ഒളിറ്റോറിയസ്. കോർക്കോറസ് ഒളിറ്റോറിയസ്. ഫാമിലി ടിലിയേസിയെ. ഫാമിലി ടിലിയേസിയെ. അതുപോലെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെം ആണ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റെം ആണ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റെം ആണ്. ഒന്നും കൂടെ, സയൻറ്റിഫിക് നെയിം കോർക്കോറസ് ക്യാപ്സുലാരിസ്. മറ്റൊരു സ്പീഷീസ് ആണ് കോർക്കോറസ് ഒളിറ്റോറിയസ്. ഫാമിലി ടിലിയേസിയെ. ഫാമിലി ടിലിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സ്റ്റെം. ജൂട്ട് എന്ന് പറയുന്നത് ഒരു ബാസ്റ്റ് ഫൈബറാണ്. ജൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാസ്റ്റ് ഫൈബറാണ്. ബാസ്റ്റ് ഫൈബർ. ബാസ്റ്റ് ഫൈബർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റെം ഫൈബേഴ്സിന് തന്നെയാണ് ബാസ്റ്റ് ഫൈബർ അല്ലേ. സ്റ്റെം ഫൈബേഴ്സിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് ബാസ്റ്റ് ഫൈബർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്രം ദ ബാർക്ക് ഓഫ് ദ സ്റ്റെം. സ്റ്റെമ്മിൻ്റെ ബാർക്കിൽ നിന്നുമാണ് ഈ ബാസ്റ്റ് ഫൈബർ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്റ്റെമ്മിൻ്റെ ബാർക്കിൽ നിന്നുമാണ് ലഭിക്കുന്നത്. സ്റ്റെമ്മിൻ്റെ ബാർക്കിൽ നിന്നും ലഭിക്കുന്നതാണ് ബാസ്റ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്ന ജൂട്ട്. അപ്പം ഇത് പർട്ടിക്കുലർലി ഫ്രം ദ സെക്കൻഡറി ഫ്ലോയമാണ്. ഈ നമ്മുടെ ബാർക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെമ്മിൻ്റെ സെക്കൻഡറി ഫ്ലോയമാണ്. അപ്പം ബാർക്കിൽ നിന്നും ലഭിക്കുന്ന ബാസ്റ്റ് ഫൈബേഴ്സാണ് ജൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം ജൂട്ടിൻ്റെ സയൻറ്റിഫിക് നെയിം കോർക്കോറസ് ക്യാപ്സുലാരിസ്. മറ്റൊരു സ്പീഷീസ് ആണ് കോർക്കോറസ് ഒളിറ്റോറിയസ്. ഫാമിലി ടിലിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സ്റ്റെം ആണ്. സ്റ്റെമ്മിൻ്റെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് ബാസ്റ്റ് ഫൈബർ. ഓക്കെ.
ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബിവറേജസ്. ബിവറേജസിൽ നമുക്ക് പഠിക്കാൻ സിലബസിൽ തന്നിരിക്കുന്നത് കോഫിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ബിവറേജ് എന്ന് പറയുന്നത്? There are the stimulating drinks which give a sense of well-being and exhilaration to the users. They are alcoholic beverages, that means beer, wine and so on. Non-alcoholic, that means tea, coffee and so on. The genus Coffea comprises more than 30 species, of which 3 are important. ഏതെല്ലാമായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന കോഫിയാണ്. അതിൽ തന്നെ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. കോഫിയ അറബിക്ക, കോഫിയ അറബിക്ക, കോഫിയ റോബസ്റ്റ, കോഫിയ ലിബറിക്ക. കോഫിയ അറബിക്ക അതിൻ്റെ കോമൺ നെയിം അറേബ്യൻ കോഫിയാണ്. അറേബ്യൻ കോഫിയുടെ സയൻറ്റിഫിക് നെയിമാണ് കോഫിയ അറബിക്ക. അറേബ്യൻ കോഫിയുടെ സയൻറ്റിഫിക് നെയിമാണ് കോഫിയ അറബിക്ക. അറേബ്യൻ കോഫിയുടെ സയൻറ്റിഫിക് നെയിമാണ് കോഫിയ അറബിക്ക. അപ്പം പേര് കൊണ്ട് തന്നെ സാമ്യമുള്ളത് കൊണ്ട് മനസ്സിലാക്കാം. ഇനി കോഫിയ റോബസ്റ്റ എന്ന് പറഞ്ഞാൽ കോങ്കോ കോഫിയാണ്. കോഫിയ റോബസ്റ്റ കോങ്കോ കോഫി. കോഫിയ റോബസ്റ്റ കോങ്കോ കോഫി. കോഫിയ റോബസ്റ്റയുടെ കോമൺ നെയിം എന്താണ്? കോങ്കോ കോഫി. കോങ്കോ കോഫിയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? കോഫിയ റോബസ്റ്റ. അടുത്തത് ലൈബേറിയൻ കോഫിയാണ്. കോഫിയ ലൈബേറിക്ക. ലൈബേറിയൻ കോഫി, കോഫിയ ലൈബേറിക്ക. ലൈബേറിയൻ കോഫിയുടെ സയൻറ്റിഫിക് നെയിമാണ് കോഫിയ ലൈബേറിക്ക. ലൈബേറിയൻ കോഫിയുടെ സയൻറ്റിഫിക് നെയിമാണ് കോഫിയ ലൈബേറിക്ക. കോഫിയ ലൈബേറിക്കയുടെ കോമൺ നെയിമാണ് ലൈബേറിയൻ കോഫി. അപ്പോൾ പ്രധാനമായിട്ടും 3 തരം കോഫിയാണുള്ളത്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഫി, അറിയപ്പെടുന്നതും ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന കോഫിയാണെന്ത്? അറേബ്യൻ കോഫി. അറേബ്യൻ കോഫി അതിൻ്റെ സയൻറ്റിഫിക് നെയിം കോഫിയ അറബിക്കയാണ്. അടുത്തത് എന്താണ്? കോങ്കോ കോഫിയാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം കോഫിയ റോബസ്റ്റയാണ്. ലിബേറിയൻ കോഫിയുടെ സയൻറ്റിഫിക് നെയിം കോഫിയ ലിബറിക്ക. ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു കോഫിയാണ് അറേബ്യൻ കോഫി. കോഫിയ അറബിക്ക എന്നുള്ളതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. കോഫിയ അറബിക്ക, കോമൺ നെയിം അറേബ്യൻ കോഫി. അടുത്തത് കോങ്കോ കോഫിയാണ്. കോങ്കോ കോഫിയുടെ സയൻറ്റിഫിക് നെയിം കോഫിയ റോബസ്റ്റ. കോഫിയ റോബസ്റ്റ. കോഫിയ റോബസ്റ്റയുടെ കോമൺ നെയിമാണ് കോങ്കോ കോഫി. അടുത്തത് ലിബേറിയൻ കോഫി, സയൻറ്റിഫിക് നെയിം കോഫിയ ലിബറിക്ക. ഇനി പ്രൊനൗൺസിയേഷനിൽ എന്തെങ്കിലും ഈ സയൻറ്റിഫിക് നെയിം ഒക്കെ പറയുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ ബോട്ടണിക്കാരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ദെൻ ഫാമിലി റൂബിയേസിയെ. ഫാമിലി റൂബിയേസിയെ. ഫാമിലി റൂബിയേസിയെ. അപ്പം ഈ കോഫി ഉൾപ്പെടുന്ന ഫാമിലി ഏതാണ്? റൂബിയേസിയെ. കോഫി ഉൾപ്പെടുന്ന ഫാമിലിയാണ് റൂബിയേസിയെ. കോഫി ഉൾപ്പെടുന്ന ഫാമിലി ഏതാണ്? റൂബിയേസിയെ. കോഫി ഉൾപ്പെടുന്ന ഫാമിലി റൂബിയേസിയെ. കോഫി ഉൾപ്പെടുന്ന ഫാമിലി റൂബിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്സ് ആണ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്സ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്സ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. അപ്പം കോഫിയ അറബിക്ക, ഫാമിലി റൂബിയേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. സയൻറ്റിഫിക് നെയിം കോഫിയ അറബിക്ക, ഫാമിലി റൂബിയേസിയെ, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് സീഡ്. പ്രധാനമായും 3 തരത്തിലുള്ള കോഫിയാണുള്ളത്. അത് 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നമ്മൾ കുറച്ചും കൂടെ പ്രാധാന്യമുള്ള ഒരു സ്പീഷീസിനെ എടുത്തു, കോഫിയ അറബിക്ക. സയൻറ്റിഫിക് നെയിം കോഫിയ അറബിക്ക, അറേബ്യൻ കോഫിയാണ് ഈ കോഫിയ അറബിക്ക. അപ്പോൾ ഈ 3 സ്പീഷീസുകളും ഫാമിലി ഏതാണ്? റൂബിയേസിയാണ്. ഇവയുടെയൊക്കെ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? സീഡ് തന്നെയാണ്, സീഡ്സ് ആണ്. ഓക്കെ. ഇനി ചിലപ്പോൾ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ടിൻ്റെ ഭാഗത്ത് സീഡ് അല്ല കോട്ടിലിഡൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ, കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീജപത്രങ്ങൾ. കോട്ടിലിഡൻസ് ബീജപത്രങ്ങൾ അല്ലെങ്കിൽ പരിപ്പുകൾ എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഉത്തരം ശരിയാണ്. സീഡ്സിന് പകരം കോട്ടിലിഡൻസ് അല്ലെങ്കിൽ ബീജപത്രങ്ങൾ, പരിപ്പുകൾ എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഉത്തരം ശരിയാണ്. ഓക്കെ. ഇനി നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. മെഡിസിനൽ പ്ലാന്റ്സിൽ നമുക്ക് എക്കണോമിക് ബോട്ടണിയിൽ സിലബസിൽ തന്നിരിക്കുന്നത് അധത്തോഡ, കെത്തരാന്തസ്, റിവോൾഫിയ, ഫിലാന്തസ്, നീം. 5 പ്ലാന്റ്സിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ അധത്തോഡ. അധത്തോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡലോഡകം.
അധത്തോട എന്ന് പറഞ്ഞാൽ എന്താണ്? ആടലോടകം. അധത്തോട ആടലോടകം മലബാർ നട്ട് എന്നും അറിയപ്പെടുന്നു. എന്താണ്? മലബാർ നട്ട്. എന്താണ്? മലബാർ നട്ട്. മലബാർ നട്ട്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അധത്തോട വാസിക്ക. അധത്തോട വാസിക്ക. സയൻറ്റിഫിക് നെയിം അധത്തോട വാസിക്ക. ഓൾസോ കോൾഡ് ജസ്റ്റീഷ്യ അധത്തോട. ജസ്റ്റീഷ്യ അധത്തോട. ജസ്റ്റീഷ്യ അധത്തോടയുടെ സിനോണൈം കൂടിയാണ് അധത്തോട വാസിക്ക. അധത്തോട വാസിക്ക. സയൻറ്റിഫിക് നെയിം അധത്തോട വാസിക്ക. ഫാമിലി അക്കാന്തേസിയെ. ഏതാണ് അധത്തോട ആടലോടകത്തിൻ്റെ ഫാമിലി? ഏതാണ്? അക്കാന്തേസിയെ. അക്കാന്തേസിയെ. ഫാമിലി അക്കാന്തേസിയെ. ഫാമിലി അക്കാന്തേസിയെ. സയൻറ്റിഫിക് നെയിം അധത്തോട വാസിക്ക. ഓൾസോ കോൾഡ് ജസ്റ്റീഷ്യ അധത്തോട. ഫാമിലി അക്കാന്തേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ലീവ്സ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ലീവ്സ്. ഇലകൾ. ഇപ്പം ഇലകൾ കൂടാതെ ലീവ്സും റൂട്ടും അതുപോലെ ഫ്ലവേഴ്സും ബാർക്കൊക്കെ മെഡിസിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒന്നുകൂടെ അധത്തോട ആടലോടകം മലബാർ നട്ട് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. സയൻറ്റിഫിക് നെയിം അധത്തോട വാസിക്ക. സയൻറ്റിഫിക് നെയിം അധത്തോട വാസിക്ക. ഫാമിലി അക്കാന്തേസിയെ. ഫാമിലി അക്കാന്തേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ലീവ്സ്. ഇലകൾ. അധത്തോടയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആൽക്കലോയിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വാക്സിസിൻ, ക്യുനസോളിൻ, ബ്രോംഹിക്സിൻ. വാക്സിസിൻ, ക്യുനസോളിൻ, ബ്രോംഹിക്സിൻ. വാക്സിസിൻ്റെ യൂസ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ബ്രോങ്കിയോ ഡയലേറ്ററി പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി സ്റ്റിമുലൻ്റ് ആണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ബ്രോങ്കോ ഡയലേറ്ററി പ്രോപ്പർട്ടിയും റെസ്പിറേറ്ററി സ്റ്റിമുലൻ്റ് പ്രോപ്പർട്ടിയും കാണിക്കുന്നുണ്ട്. കൂടാതെ ക്യുനസോളിൻ എന്ന് പറയുന്നതും ആൽക്കലോയിഡാണ്. ബ്രോംഹിക്സിന് ഒരു പ്രധാനപ്പെട്ട ആൽക്കലോയിഡാണ്. അതിന് മ്യൂക്കോലൈറ്റി പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ദറ്റ് ഈസ് യൂസ്ഡ് ഇൻ കോഫ്, കോൾഡ്, ആസ്മ ആൻഡ് ബ്രോങ്കിയോ ഡയലൈറ്റർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. കൊഹിനും കോൾഡിനും ആസ്മയ്ക്കൊക്കെ ഈ ബ്രോംഹിക്സിൻ യൂസ് ചെയ്യുന്നുണ്ട്. മ്യൂക്കോലൈറ്റി പ്രോപ്പർട്ടി ഉള്ളതാണ്. അടുത്തത് കെത്തരാന്തസ്. 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 സയൻറ്റിഫിക് നെയിം കെത്തരാന്തസ് റോസിയസ്. സയൻറ്റിഫിക് നെയിം കെത്തരാന്തസ് റോസിയസ്. സയൻറ്റിഫിക് നെയിം കെത്തരാന്തസ് റോസിയസ്. ഫാമിലി അപ്പോസൈനേസിയെ. ഫാമിലി അപ്പോസൈനേസിയെ. സയൻറ്റിഫിക് നെയിം കെത്തരാന്തസ് റോസിയസ്. ഫാമിലി അപ്പോസൈനേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട് ലീഫ്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട് ലീഫ്. കെത്തരാന്തസ്. സയൻറ്റിഫിക് നെയിം കെത്തരാന്തസ് റോസിയസ്. ഫാമിലി അപ്പോസൈനേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട് ലീവ്സ്. Scientific name Catharanthus roseus. Family Apocynaceae. Morphology of useful parts leaves or roots. Scientific name Catharanthus roseus. Family Apocynaceae. Morphology of useful part root leaf. Root leaf. ഒന്നും കൂടെ scientific name Catharanthus roseus. Family Apocynaceae. Morphology of useful part root leaf. ഈ ഒരു പ്ലാന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വിൻബ്ലസ്റ്റിനും വിൻക്രിസ്റ്റിനും. എന്താണ്? വിൻബ്ലസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ. വിൻബ്ലസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ. വിൻബ്ലസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ. വിൻബ്ലസ്റ്റിൻ, വിൻക്രിസ്റ്റിൻ. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടിയാണ്. ആൻറ്റി ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട രണ്ട് കെമിക്കൽസാണ് വിൻബ്ലസ്റ്റിനും വിൻക്രിസ്റ്റിനും. ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്, മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഒന്നും കൂടെ, ഒരു പ്രധാനപ്പെട്ട മെഡിസിനൽ പ്ലാന്റ് തന്നെയാണ്. കെത്തരാന്തസ് ആണ്. സയൻറ്റിഫിക് നെയിം കെത്തരാന്തസ് റോസിയസ്. ഫാമിലി അപ്പോസൈനേസിയ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട് ലീവ്സ്. പ്രധാനപ്പെട്ട രണ്ട് കെമിക്കൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിൻബ്ലസ്റ്റിനും വിൻക്രിസ്റ്റിനും ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി കാണിക്കുന്നവയാണ് ഇവ. അടുത്തത് റുവോൾഫിയ
സർപ്പൻറ്റൈന. റുവോൾഫിയ എന്ന് പറയുന്നത് സർപ്പഗന്ധിയാണ്. റുവോൾഫിയ എന്നറിയപ്പെടുന്നത് റുവോൾഫിയ സർപ്പഗന്ധി. സയൻറ്റിഫിക് നെയിം റുവോൾഫിയ സർപ്പൻറ്റൈന. റുവോൾഫിയയുടെ സയൻറ്റിഫിക് നെയിമാണ് റുവോൾഫിയ സർപ്പൻറ്റൈന. റുവോൾഫിയയുടെ സയൻറ്റിഫിക് നെയിം റുവോൾഫിയ സർപ്പൻറ്റൈന. സർപ്പഗന്ധി എന്നാണ് അറിയപ്പെടുന്നത്. മലയാളത്തിൽ സർപ്പഗന്ധി എന്നറിയപ്പെടുന്നു. സയൻറ്റിഫിക് നെയിം റുവോൾഫിയ സർപ്പൻറ്റൈന. ഇതും അപ്പോസൈനേസിയ ഫാമിലിയിൽ പെടുന്നതാണ്. അപ്പോസൈനേസിയ ഫാമിലിയിൽ. അപ്പം കെത്തരാന്തസ് റോസിയസും അപ്പോസൈനേസിയ ഫാമിലിയിലാണ്. റുവോൾഫിയ സർപ്പൻറ്റൈനയും അപ്പോസൈനേസിയ ഫാമിലിയിലാണ്. കെത്തരാന്തസ് റോസിയസ് അപ്പോസൈനേസിയെ, റുവോൾഫിയ സർപ്പൻറ്റൈന അപ്പോസൈനേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട്സ് ലീവ്സ്. റൂട്ട്സ് ലീവ്സ്. റൂട്ട്സ് ലീവ്സ്. സയൻറ്റിഫിക് നെയിം റുവോൾഫിയ സർപ്പൻറ്റൈന. ഫാമിലി അപ്പോസൈനേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട്സ് ലീവ്സ്. അപ്പോൾ ഈ റുവോൾഫിയ അല്ലെങ്കിൽ സർപ്പഗന്ധിയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കലോയിഡാണ്, പ്രധാനപ്പെട്ട ഒരു ആൽക്കലോയിഡാണ് റിസർപൈൻ. ആൽക്കലോയിഡാണ് റിസർപൈൻ. റുവോൾഫിയ എന്ന് പറയുന്ന പ്ലാന്റ്, സർപ്പഗന്ധി, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആൽക്കലോയിഡ് ഏതാണ്? റിസർപൈൻ. ആൽക്കലോയിഡ് റിസർപൈൻ. അത് അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്നുകൂടെ, റുവോൾഫിയ സർപ്പഗന്ധി എന്നറിയപ്പെടുന്നു. സയൻറ്റിഫിക് നെയിം റുവോൾഫിയ സർപ്പൻറ്റൈന. ഫാമിലി അപ്പോസൈനേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് റൂട്ട്സ് ലീവ്സ്. ആൽക്കലോയിഡാണ് റിസർപൈൻ. റുവോൾഫിയ എന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽക്കലോയിഡാണ് റിസർപൈൻ. അമിത രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. നെക്സ്റ്റ് വൺ, ഫിലാന്തസ്. എന്താണ് ഫിലാന്തസ്? നെല്ലിയാണ് അല്ലേ? ഫിലാന്തസ് എന്നറിയപ്പെടുന്നത് എന്താണ്? നെല്ലിയാണ്. ഫിലാന്തസ്, നെല്ലി. സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. ഇപ്പം നെല്ലി എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഫിലാന്തസിൻ്റെ സയൻറ്റിഫിക് നെയിമിലെ ജീനസ് നെയിമും അതുപോലെ തന്നെ ഫാമിലിയുമായിട്ടും ഒരു സാമ്യമുണ്ടല്ലേ? അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ മാച്ച് ചെയ്ത് പഠിക്കണം. കുറച്ചും കൂടെ സയൻറ്റിഫിക് നെയിമൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. അപ്പം സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. ഫിലാന്തസ് എന്ന് പറയുന്നത് നെല്ലിയാണ്. സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. ഫാമിലി ഫിലാന്തേസിയെ. ഭാഗ്യമായി അല്ലേ? ഫാമിലി റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഫാമിലി ഫിലാന്തേസിയാണ്. സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. ഫാമിലി ഫിലാന്തേസിയെ. അങ്ങനെയാണ് ഈ മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്, ഫ്രൂട്ടാണല്ലേ? എല്ലാവർക്കും അറിയാം ഫ്രൂട്ടാണ്. നെല്ലിക്ക കാണാത്തതായിട്ട് ആരുമില്ല അല്ലേ? അപ്പം സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. ഒന്നുകൂടെ, ഫിലാന്തസ് നെല്ലി. സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. സയൻറ്റിഫിക് നെയിം ഫിലാന്തസ് എംബ്ലിക്ക. ഫാമിലി ഫിലാന്തേസിയെ. ഫാമിലി ഫിലാന്തേസിയെ. ഫാമിലി ഫിലാന്തേസിയെ. ഫാമിലി ഫിലാന്തേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഫ്രൂട്ട്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഫ്രൂട്ട്. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ഫ്രൂട്ട്. ഇനി ഫിലാന്തസ് നെറൂണി എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ഉണ്ട്. ഫിലാന്തസ് നെറൂണി. ഫിലാന്തസ് നെറൂണി. ഫിലാന്തസ് നെറൂണി. ഫിലാന്തസ് നെറൂണി. ഫിലാന്തസ് നെറൂണി. അത് കീഴാർ നെല്ലി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? കീഴാർ നെല്ലി. കീഴാർ നെല്ലി. ഫിലാന്തസ് നെറൂണി എന്നറിയപ്പെടുന്നത് കീഴാർ നെല്ലിയാണ്. അത് വോൾ പ്ലാന്റ്, മുഴുവൻ സസ്യവും മെഡിക്കൽ ആവശ്യത്തിന്, മെഡിസിനലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. വോൾ പ്ലാന്റും ഫിലാന്തസ് നെറൂണിയുടെ ഉപയോഗിക്കാറുണ്ട്. വോൾ പ്ലാന്റ് മുഴുവൻ സസ്യവും മെഡിസിനൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അടുത്തത് നീം. എന്താണ് നീം? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ്? ആര്യവേപ്പാണ് അല്ലേ? നീം. നീമിൻ്റെ സയൻറ്റിഫിക് നെയിം അസാഡിറക്റ്റ ഇൻഡിക്ക. അസാഡിറക്റ്റ ഇൻഡിക്ക. അസാഡിറക്റ്റ ഇൻഡിക്ക. ഫാമിലി മെലിയേസിയെ. ഫാമിലി മെലിയേസിയെ. ഫാമിലി മെലിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ലീഫ്. നീം ആര്യവേപ്പ്. സയൻറ്റിഫിക് നെയിം അസാഡിറക്റ്റ ഇൻഡിക്ക. ഫാമിലി മെലിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ലീഫ്. സയൻറ്റിഫിക് നെയിം അസാഡിറക്റ്റ ഇൻഡിക്ക. ഫാമിലി മെലിയേസിയെ. മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ലീഫ്. നീം. സയൻറ്റിഫിക് നെയിം അസാഡിറക്റ്റ ഇൻഡിക്ക. ഫാമിലി മെലിയേസിയെ.
മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ലീഫ്. Again, Aryabeb name, scientific name Azadirachta indica, family Meliaceae, morphology of useful part leaf. നീമിൽ ഔഷധ ഗുണമുള്ള ഒരു സംയുക്തം കാണപ്പെടുന്നുണ്ട്, അതിൻ്റെ പേരാണ് അസാഡിറക്റ്റിൻ. അസാഡിറക്റ്റിൻ നീമിൽ കാണപ്പെടുന്ന ഔഷധ ഗുണമുള്ള സംയുക്തമാണ് അസാഡിറക്റ്റിൻ. ഓക്കെ ഫ്രണ്ട്സ്, എക്കണോമിക് ബോട്ടണി നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.